പൊന്നാനിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന മണ്ഡലം എന്ന് പറയുന്നത്. സ്വാലിഹ്, ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു ശരാശരി എന്ന് പറയുന്നത് 52.25%. അതിൽ തന്നെ 19 മണ്ഡലങ്ങളും 50% മുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സവിശേഷ സാഹചര്യം ഇപ്പോൾ കാണുകയാണ്. പക്ഷേ പൊന്നാനിയെ സംബന്ധിച്ച് 47.59% മാത്രമാണ് അവിടെ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. രാവിലെ മുതലുള്ള ഒരു ട്രെൻഡ് ഇതുതന്നെയാണ്. പൊന്നാനിയിൽ വളരെ കുറച്ച് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. എന്തെങ്കിലും സവിശേഷ സാഹചര്യമുണ്ടോ ഇതിന്? നീലിമ, മലപ്പുറം മണ്ഡലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ, മലപ്പുറം മണ്ഡലവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇന്ന് വലിയ മലപ്പുറത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം പൊന്നാനിയിൽ ഉണ്ടാവുമെന്നാണ് ഇരു മുന്നണികളും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം വലിയ പ്രചാരണം നടന്നിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇതെല്ലാം വലിയ പ്രചാരണത്തിലെ വീറും വാശിയുമൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ തിരൂരങ്ങാടിയിലും അതുപോലെ തന്നെ തൃത്താലയിലുമാണ് ഇപ്പോൾ വലിയ പോളിംഗ് ശതമാനം, നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഉയർന്ന് നിൽക്കുന്നത്. അതേസമയം താനൂർ, തിരൂർ പോലെയുള്ള മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ 47.23% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊന്നാനി മണ്ഡലത്തിൽ 44.74% വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് രാവിലെ തന്നെ പരമാവധി വോട്ടുകളെല്ലാം, പാർട്ടി വോട്ടുകളെല്ലാം ചെയ്യിപ്പിക്കാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. സ്വാഭാവികമായും ഒരു 12 മണിക്ക് ശേഷമെല്ലാം ആളുകൾ പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയമാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു തിരക്ക് കുറവ് മണ്ഡലങ്ങളിൽ കാണേണ്ടതാണ്. പക്ഷേ പൊന്നാനിയിൽ പൊതുവിൽ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ പള്ളിയുടെ ടൈം കഴിഞ്ഞും ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു തിരക്കും, പ്രത്യേകിച്ച് വലിയൊരു തിരക്കൊന്നും ഒരു ബൂത്തുകളിലും ഇല്ല. അതേസമയം മലപ്പുറത്തെ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴും നല്ല തിരക്ക് തുടരുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു വിലയിരുത്തൽ, പൊന്നാനിയിൽ പോളിംഗ് ശതമാനം കൂടും എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. എങ്കിൽ പൊന്നാനിയിലെ പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് നിയമസഭാ കണക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ പോളിംഗ് ശതമാനം അത്ര ആശ്വാസമായ രീതിയിലല്ല. അതേസമയം വൈകുന്നേരത്തോടെ, കനത്ത ചൂടൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്തോടെ കൂടുതൽ പോളിംഗ് നടക്കാനുള്ള സാധ്യത ഉണ്ടാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മലപ്പുറത്താണെങ്കിൽ ഈ പ്രവാസി വോട്ടുകളൊക്കെ കൂടുതലുള്ളത് മലപ്പുറം മണ്ഡലത്തിലാണ്, പൊന്നാനി മണ്ഡലത്തിലല്ല. അതേസമയം മലപ്പുറത്ത് പോളിംഗ് ഉയർന്ന പോളിംഗ് തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ പോളിംഗ് തന്നെയാണ് മലപ്പുറത്ത് ഉള്ളത്. നീലിമ, സ്വാലിഹ്, അങ്ങനെ പറയുമ്പോൾ പോലും മലപ്പുറത്ത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കനുസരിച്ചത് 50.95%. അതായത് സംസ്ഥാനത്തെ ശരാശരിയോട് തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ നോക്കൂ, ഈ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച, അതായത് ഈ കേരളം എന്താണോ ചർച്ച ചെയ്തത് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറം എന്നത്. കാരണം CAയുടെ വിഷയമായാലും അതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ ചർച്ചകളും, അതുപോലെ പലസ്തീൻ വിഷയം, ഇതൊക്കെ വലിയ രീതിയിൽ പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ സജീവമായ ചർച്ചാ വിഷയമായതാണ്. വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഭൂമിക കൂടിയാണ് മലപ്പുറം പൊന്നാനി എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് ശതമാനം കുറയുന്നത് മുന്നണികളെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രാഥമികമായി അവരുടെ ഒരു വിലയിരുത്തൽ? മുസ്ലിം ലീഗിൻ്റെ കാര്യം സ്വാലിഹ് സൂചിപ്പിച്ചു. ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അത്തരത്തിൽ അഭിപ്രായം നമ്മൾ തേടിയിട്ടുണ്ടോ? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നത് ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് CAA പോലുള്ള വിഷയം രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ വിഷയമാക്കിയെടുത്തിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയൊക്കെ ഈ വിഷയത്തിലുള്ള നിലപാടില്ലായ്മയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിനേക്കാൾ അപ്പുറം ഈ അവസാന ഘട്ടത്തിലുണ്ടായ സമസ്തയുമായുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഈ രണ്ട് മണ്ഡലങ്ങളിലും
പോലും 80% വോട്ടും വരുന്നത് സമസ്തയിൽ നിന്നാണ്. ഈ വോട്ടുകൾ പ്രത്യേകിച്ച് ആ സുപ്രഭാതം പത്രമൊക്കെ കത്തിച്ചതിന് ശേഷമുണ്ടായ വലിയ ഒരു വെല്ലുവിളി മുസ്ലിം ലീഗിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. സ്വാഭാവികമായും യൂത്ത് ലീഗ് പ്രവർത്തകർ പോലും പ്രചാരണ രംഗത്തു നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണോ ഈ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് എന്നൊരു ആശങ്ക മുസ്ലിം ലീഗ് നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്, അവർക്കുണ്ട്. അല്പസമയം മുമ്പ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പൊന്നാനിയിൽ പോളിംഗ് ശതമാനം ഉയരും, വോട്ടിംഗ് പൊതുവെ സ്ലോ ആയതാണ്, ഉയരുമെന്ന ഒരു ആശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇത്തരത്തിൽ മുന്നണികൾ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ രണ്ട് മുന്നണികളും ഈ രണ്ട് മണ്ഡലവും വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പോളിംഗ് ശതമാനത്തിൽ കാണുന്നത് എങ്കിൽ, അതായത് പരമ്പരാഗതമായി കോണിക്ക് തന്നെ വോട്ട് ചെയ്ത് വന്നിരുന്നവർ വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആ ഒരു ആശങ്ക ഇപ്പോൾ തന്നെ ഈ നേതൃത്വം പങ്കുവെക്കുന്നുമുണ്ട്. നീലിമ, കേരളത്തിൽ ഈ ഘട്ടത്തിൽ അപഗ്രഥിച്ചു പോകേണ്ട ഒരു മണ്ഡലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, പൊന്നാനി മണ്ഡലത്തെക്കുറിച്ചുള്ള. ഒപ്പം മലപ്പുറത്തെ ഒരു സാഹചര്യം കൂടി അപഗ്രഥിച്ച് പോകേണ്ടതുണ്ടായിരുന്നു. ആ വിശകലനമാണ് KT സ്വാലിഹിൽ നിന്നും ഉണ്ടായത്.